വാസ്തവത്തിൽ ഈ പല ക്രിക്കറ്റേഴ്സും സെലിബ്രിറ്റീസും ഒന്നും ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അവർ ആ പ്രോട്ടീൻ പൗഡർ കൈകൊണ്ട് പോലും തൊട്ടിട്ടുണ്ടാവില്ല. വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് എന്ത് തരത്തിലുള്ള പ്രോട്ടീൻസ് ഉപയോഗിക്കാം? മുട്ട പോലും കഴിക്കുകയില്ലാത്തവർക്ക് എന്നാ ചെയ്യാൻ പറ്റും? മസിൽ സൈസ് കൂട്ടാൻ തീർച്ചയായിട്ടും പ്രോട്ടീൻ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. പക്ഷേ ഏതാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ? ഏകദേശം 50-60 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു 75 ഗ്രാം മാക്സിമം 100 ഗ്രാം പ്രോട്ടീൻ വരെ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. വണ്ണം കുറയ്ക്കാൻ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ പ്രോട്ടീൻ കൊണ്ട് സപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മൾ ചോറ് ഒഴിവാക്കി മുട്ടവെള്ളം മാത്രം കഴിക്കുന്ന, എഗ് വൈറ്റ് മാത്രം കഴിക്കുന്ന എഗ് ഡയറ്റ് പോലുമുണ്ട്. പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കണോ? പ്രത്യേകിച്ചും 5000 രൂപ വരെ മുടക്കിയുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും വേ പ്രോട്ടീനും ഒക്കെ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പോലും ചിലപ്പോൾ ചില മാതാപിതാക്കന്മാർ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. വിപണിയിൽ കിട്ടുന്ന പലതരത്തിലുള്ള ഹെൽത്ത് എൻഷുറിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അത് വിപണിയിലെ പരസ്യം കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ ആവശ്യപ്പെടുകയും ചെയ്യും, എനിക്കത് വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ ഇന്ന ടേസ്റ്റുള്ള ഇന്ന കളറുള്ള ആ ക്രിക്കറ്റർ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡർ. വാസ്തവത്തിൽ ഈ പല ക്രിക്കറ്റേഴ്സും സെലിബ്രിറ്റീസും ഒന്നും ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അവർ ആ പ്രോട്ടീൻ പൗഡർ കൈകൊണ്ട് പോലും തൊട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കണോ? അത് എത്ര ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കണം? അത് ഏത് സെലക്ട് ചെയ്യണം? ഇനി പ്രോട്ടീന് അലർജി ഉള്ളവർ എന്താ ചെയ്യുക? മുട്ട കഴിച്ചെന്നാൽ അലർജിയാണ്, പാല് കുടിച്ചെന്നാൽ പ്രശ്നമാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്നെല്ലാം നമുക്കിന്നൊന്ന് പരിശോധിക്കാം. വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് എന്ത് തരത്തിലുള്ള പ്രോട്ടീൻസ് ഉപയോഗിക്കാം? മുട്ട പോലും കഴിക്കുകയില്ലാത്തവർക്ക് എന്നാ ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം, വളരെ പയറുവർഗ്ഗങ്ങൾ ഉള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള, ഉദാഹരണത്തിന് പലതരത്തിലുള്ള പയറുവർഗ്ഗങ്ങളും ബീൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം നമുക്ക് മുളപ്പിച്ച പയർ, കാഷ്യൂനട്ട്, ബദാം തുടങ്ങിയതെല്ലാം നല്ല പ്രോട്ടീൻ സോഴ്സസ് ആണ്. ഈ വേ പ്രോട്ടീൻ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ പാൽ നമ്മൾ പല പാൽ പ്രോഡക്ട്സ് ആയിട്ട് മാറ്റുമ്പോഴേക്കും, അത് നെയ്യായിട്ടോ ബട്ടറായിട്ടോ ചീസായിട്ടോ ഒക്കെ മാറ്റുമ്പോൾ അതിന് ഉണ്ടാകുന്ന ഒരു